ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? പറമ്പിലോട്ട് ഇറങ്ങിയിട്ടേ ഒരു ചേനയുടെ കൂമ്പ് തോരൻ വെച്ചാലോ? ഇതേ നിങ്ങൾ ഓർക്ക് ഈ ചേനയൊക്കെ ഇപ്പോഴേ പറിച്ചാൽ അത് പോകത്തില്ലേന്ന്. ചേന നട്ട് കഴിയുമ്പോൾ നമ്മുടെ വേസ്റ്റ് പീസുകൾ വരത്തില്ലേ, ആ പീസൊക്കെ ഞാൻ ഇതിൽ ഇങ്ങനെ നട്ട് വെക്കും, ചേനയും ചേമ്പും ഒക്കെ. അതിൻ്റെയാണ് ഇലകളൊക്കെ നമ്മൾ തോരനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. മറ്റാ നല്ലതൊന്നും മുറിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരെണ്ണം അതേന്ന് മുറിച്ച കേട്ടോ. തോരൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയട്ടെ. ഇതാ നമ്മൾ കട്ട് ചെയ്യുവാണേ, കണ്ടോ, വിടർന്ന് വരാൻ തുടങ്ങുന്ന, എല്ലാവരും വെക്കുന്നതായിരിക്കും. ഇതാ കണ്ടോ, എന്നെ ടേസ്റ്റാണെന്ന് അറിയാം ഇത് തോരൻ വെച്ചാൽ. വൃത്തിക്ക് കഴുകി നല്ല പോലെ ഒന്ന് തോരൻ വയ്ക്കാം. നല്ല പോലെ വിടർത്തി പിടിച്ച് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അതിൻ്റെ വല്ല പുഴുവോ പ്രാണിയൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്നുമില്ല നോക്കി. ഞാൻ പിന്നെ ഒരു ചെറുതിൻ്റെയും കൂടെ ഒന്ന് പറിച്ചു കേട്ടോ. ഇത് തോരൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറുതും കൂടെ എടുത്തേ. ഇത്രയും തണ്ടും കൂടെ നമുക്ക് വേണ്ട. ഇനി ഇത് ചെറുതാക്കി അങ്ങ് അരിഞ്ഞെടുക്കാം. ചെറുതാക്കി കണ്ട, നമ്മുടെ ചേമ്പിൻ്റെ തളിരിലയെല്ലാം അരിഞ്ഞതേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ, ഒന്ന് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണേ. അരമുറി തേങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില, 5-6 ചെറിയുള്ളി, കാന്താരിമുളക് എടുത്തേക്കുന്നത് കേട്ടോ. അത് ഇപ്പം വേനലായതുകൊണ്ട് നല്ല എരിവായിരിക്കുമേ, അതുകൊണ്ടാണ് കുറച്ചെടുത്തേ. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ എരിവിന് പാകത്തിനെടുത്തോ. ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഇതിനകത്ത് വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കരുത്. കാര്യം വെച്ചാൽ നമുക്ക് ആ നാച്ചുറൽ ടേസ്റ്റ് കിട്ടണം ഇലയുടെ. അപ്പം ഇലയും തേങ്ങയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു രുചിയാണ്. അതുകൊണ്ട് അതങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒതുക്കിയെടുത്തോണ്ട് വരാം. തേങ്ങയൊക്കെ ചായച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ചു, സ്റ്റൗവൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് നമ്മൾ ചായച്ച് വെച്ചിരിക്കുന്നില്ല, അതൊന്ന് ഇട്ട് കൊടുക്കും. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചായിരുന്നേ, ആ കല്ല് കഴുകിയ വെള്ളം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചേനയുടെ ഇല ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക, മൂടി വെച്ച് വേവിച്ചെടുക്കാം. തോരനൊന്ന് ഇളക്കി കൊടുക്കണ്ടേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തോരനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഒരു അടിപൊളി നാടൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളതായിരിക്കും. എന്നാലും കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഈ ഒരു മഴ പെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇല വിരിയുന്നതിന് മുമ്പേ ചേനയുടെ ഇല ഒന്ന് എന്തായാലും തോരൻ വെക്കണം കേട്ടോ. ഇതിനകത്ത് പയറ്, പരിപ്പ് അങ്ങനത്തെ ഒന്നും ഇടരുത്. നമുക്ക് ആ നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ. പിന്നെ വേണമെങ്കിൽ ചേർക്കാം, കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടോ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കണമെങ്കിൽ 2 മുട്ടയൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ട് ചീരക്കകത്ത് ഇടുന്ന പോലെ മുട്ട ഇട്ടിട്ട് ചിക്കി നമുക്ക് എടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ അതൊന്നും ചേർക്കാത്തത് എനിക്ക് ആ കറക്റ്റ് നമുക്ക് ആ നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. നല്ലൊരു തോരൻ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.